ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് മുടക്കായതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ഞാനത് കാണിച്ചു തരാൻ വഴി തന്നെ. അപ്പോൾ അമ്പിളി എന്നാണ് പേര്, എൻ്റെ റൂംമേറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. ഇവിടെ നിന്നൊരു 15 മിനിറ്റ് നടക്കാനുണ്ടാവും. അമ്പലത്തിൻ്റെ പേര് വാമനമൂർത്തി അമ്പലമാണ്, തൃക്കാക്കര. തൃക്കാക്കരയ്ക്ക് കുറച്ചും കൂടി ദൂരം നടക്കാനുണ്ട്. ഇത് വഴി നമുക്ക് കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വാമനമൂർത്തി ക്ഷേത്രം. അപ്പോൾ അമ്പലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഉത്സവം വരുന്നത് നമ്മുടെ ഓണം സമയത്താണ് ഉത്സവം വരുന്നത്. അതൊരു 10 ദിവസത്തെ പരിപാടിയാണ് ഇവിടുത്തെ ഉത്സവം. അതുപോലെ നമ്മളെ കേരളത്തിൽ തന്നെ ഏക ഒരു വാമനൻ്റെ അമ്പലം ഇതാണ്, തൃക്കാക്കര അമ്പലമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് അധികം വീഡിയോസ് ഉള്ളിലത്തെ എടുക്കാൻ പറ്റിയിട്ടില്ല, ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിൽ അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പുറത്ത് വലത്തിടുന്നതാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നേരെ പോയി കാണുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഗണപതിയും അതുപോലെ റൈറ്റ് സൈഡിൽ മുരുകനാണുള്ളത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ തന്നെ വേറൊരു അമ്പലമുണ്ട്, അതാണ് വാമനമൂർത്തിനെ പ്രതിഷ്ഠ. അപ്പോൾ അവിടെ നിന്ന് നേരെ തൊഴുത് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അവിടെ പാർവതിയും ദുർഗാദേവിയാണുള്ളത്. ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഓഡിറ്റോറിയമാണ് അവിടുത്തെ. ഇവിടെ ഞാൻ അങ്ങനെ 1-2 തവണയ്ക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും വന്നപ്പോൾ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടേക്ക് പോണത് വാമനമൂർത്തിയുടെ അമ്പലത്തിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ അവിടെ നമ്മൾ വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയാണ് വരുന്നത്. ഉള്ളിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഉണ്ട് നമുക്ക് നടക്കാനും. ഫുള്ള് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ ഫുള്ള്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു അമ്പലമാണ്. ഞാൻ വീട്ടിലാണെങ്കിൽ പോലും അമ്പലത്തിൽ അധികം പോകാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവരും പോകാറുണ്ട്, കമ്പനിയിലുള്ളവരായാലും. ഇവിടെ അടുത്തുള്ളൊരു അമ്പലം ഇതാണ്. പിന്നെ നമുക്ക് എടപ്പള്ളിയിലൊക്കെ പോകണം, അവിടെയാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെയാണ് എൻട്രൻസ് വരുന്നത്. ഉള്ളിൽ നോക്കി ഫോൺ അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാമറ സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഉള്ളിൽ വലിയൊരു ഇതാണ്, നമ്മൾ കുനിഞ്ഞു നിന്നിട്ട് വേണം വാമനനെ കാണാൻ തന്നെ. അപ്പോൾ വാമനമൂർത്തിനെ തൊഴുത് നമ്മൾ ഇറങ്ങി പുറത്ത് വലത്തിടുന്ന ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക ചെയ്തത്, കാരണം അവിടെ വെച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ ഉള്ള കാരണം കൊണ്ട് സൗണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതിപ്പോൾ ഉള്ളിലത്തെ ഭാഗമാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ നേരെ തൊഴാൻ പോകുന്നത് സർപ്പത്തിൻ്റെ അവിടെയാണ്. ഇത് വലത്തട അത്യാവശ്യം ഉണ്ട്, നമുക്ക് വലിയ അമ്പലം തന്നെയാണ്. അകത്തായാലും വാമനനെ നന്നായിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ നല്ല രസമുണ്ട് കാണാനായാലും. പിന്നെ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല, കുറച്ച് കാര്യങ്ങൾ അറിയത്തുള്ളൂ. ഇനി ഇവിടെ നിന്ന് നേരെ നടന്ന് അങ്ങോട്ട് പോണത് അവിടെ ഒരു കുളം പോലെയുണ്ട്. അപ്പോൾ അവിടേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. പിന്നെ സൈഡിലൊക്കെ ഇവിടെ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടുത്തെ റോഡ് സൈഡിൽ പോവുകയാണെങ്കിലും നിറയെ പശുക്കളാണ്. ഇവിടെ കബീല തീർത്ഥം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ചെറിയൊരു കുളം പോലെ അവർ അങ്ങനെ പണിത് വച്ചിരിക്കുന്നതാണ്. പക്ഷെ അത് കുടിക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇപ്പം കഴിഞ്ഞ നമ്മൾ ഓണത്തിന് ഗംഭീര പരിപാടികളൊക്കെ ആയിരുന്നു അമ്പലത്തിൽ. 10 ദിവസത്തോളം കലാപരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു, ഡാൻസ്, പാട്ട്. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റീഫൻ ദേവസി ആളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആനയും പോരും ചെണ്ടമേളവും എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഗംഭീര പരിപാടിയായിരുന്നു. പിന്നെ അതുപോലെ സദ്യ ആയാലും ഉച്ചയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആകെ ഒരു ദിവസം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞു അടിപൊളിയായിരുന്നു എന്ന്. പിന്നെ ഇത് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നതാണ്, കറക്റ്റ് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ചിലതൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ
ഷെയ്ക്ക് ആവണുണ്ടായിരുന്നു വീഡിയോ ഒക്കെ. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, ആദ്യമായിട്ട് എടുക്കണതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. ഇത് നമ്മൾ എൻട്രൻസിലേക്ക് വന്ന വഴിയാണ്, നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ ചിലതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അത് എടുക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടായതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. പിന്നെ നമ്മൾ പുറത്തിറങ്ങി ഇവിടെ കുറേ ഇരിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിടയ്ക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വരാറുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കാൻ കുറേ ആൽത്തറകളും ആലൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നിട്ടാണ് പോയത് തിരിച്ച്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ. ഇതാണ് ഫുള്ള് വ്യൂ ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ അമ്പലത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് പണിതിട്ട് ചെയ്യുന്ന ഒരു ഗോപുരം പോലത്തെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പിന്നെ പോയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് അവിടുത്തെ വ്യൂസ് ഫുള്ള് കാണാം. അമ്പലമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. നല്ല വൈബാണ് അവിടെ ഇരിക്കാൻ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. ഞാനപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കാണിച്ചു തരാം. പോയോ, ഇതാണ് അമ്പലി ചേച്ചി. ചേച്ചി പറഞ്ഞോളാം. എൻ്റെ പേര് അമ്പിളി, വീട് പാലക്കാടാണ്, ഇവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഉള്ളിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷെ നമുക്ക് കുറച്ചെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നടക്കണം, പിന്നെ ഫുഡ് അടിക്കണം. അങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഞാൻ നെയ്റോസ്റ്റും അമ്പിളി ചേച്ചി ഇഡലിയായിരുന്നു കഴിച്ചത്. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് റൂമിലോട്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് പോകുന്ന ജസ്റ്റ് റോഡൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് കാണുന്നൊരു പോക്കറ്റ് റോഡുണ്ട്, അതാണ് എൻ്റെ കമ്പനിയിലോട്ട് പോണ വഴി. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കമ്പനിയിലേക്ക്. അപ്പോൾ ഞങ്ങളെ നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമിലോട്ട്. കുറച്ചുണ്ട് നടക്കാൻ. റോഡ് സൈഡ് ആയതുകൊണ്ട് വീഡിയോസൊന്നും ചിലതെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡിൻ്റെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുപോലെ കിട്ടിയുള്ളൂ. പിന്നെ ഇവിടെ ആകെ വേസ്റ്റാണ്, നമുക്ക് കണ്ടതിനറിയാം. പിന്നെ ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ മടിയായതുകൊണ്ട് കൂട്ടാട് അവിടെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ അടിപൊളി ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇനി കുറച്ച് റീൽസ് സംഭവങ്ങളൊക്കെ എടുക്കണം. പിന്നെ അതുപോലെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യണം, അതൊക്കെയാണ് എൻ്റെ പരിപാടി. പിന്നെ ഇന്ന് ലീവായതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ പുറത്തൊന്നും പോകണില്ല. ഇതിപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ്. ശരിക്കും ഒരു തമിഴ്നാട് ലുക്ക് പോലെ തോന്നും. പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് ഇനി ഫുഡ് ചിലപ്പോൾ കമ്പനി ക്യാൻറ്റീനിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ രാത്രിക്കുള്ള വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ അപ്പോൾ പിന്നെ കാണാം ഗൈസ്. ബൈ ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.